ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. എൻ ശ്രീകുമാർ അത് ശ്രദ്ധിച്ചിരുന്നല്ലോ. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതിന് യഥാർത്ഥത്തിൽ ഒരു വിശദീകരണം സർക്കാർ നൽകേണ്ടതായി വരും. അത് ഈ ഓഹരി കൈമാറ്റം ആ നിലയ്ക്ക് നിലനിൽക്കുന്നതേയല്ല, വിഴിഞ്ഞത്തിൻ്റെ പൊതു താല്പര്യത്തിന് നിരക്കുന്നതുമല്ല. അതാണ് ആ കരാറിലെ ആ ക്ലോസ്. അതാണ് ഡോക്ടർ തോമസ് ഐസക് ഈ ചർച്ചയിൽ അവതരിപ്പിച്ചു വെച്ചത്. എന്തു പറയുന്നു താങ്കൾ? നോക്കൂ, ശ്രീ തോമസ് ഐസക് പറഞ്ഞത് നന്നായി. അദ്ദേഹം 5(9) ആണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ കോമൺ യൂസർ ഫെസിലിറ്റി, അത് കൺസെഷൻ എഗ്രിമെന്റില് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അത് കെ ബാബുവായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി, ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. അതില് ഈ 5(3) വകുപ്പിലെ ഒരു ഇതുണ്ട്. അതായത് ഇതിൽ എന്തെങ്കിലും, അതായത് ഈ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം നടത്താൻ പറ്റില്ല എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന്. മറ്റേത് 5(8) വേറെണ്ണമുണ്ട്. അതായത് ഈ നമ്മുടെ MSC കമ്പനിക്ക് അത് അവർക്ക് മാത്രമായിട്ട് കൊടുത്താൽ അവരുടെ കുത്തകയായി മാറുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. അത് അദ്ദേഹം ആ എഗ്രിമെന്റ് മുഴുവൻ വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലെന്താ വിഷയം എന്ന് വെച്ചാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെ ആ കാര്യത്തിൽ, അതായത് കൺസെഷൻ എഗ്രിമെന്റിലെ ഈ കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതായാൽ ഗവൺമെന്റിന് ഇടപെടാം എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 5(3)ഉം 5(8)ഉം 5(9)ഉം ഉണ്ടല്ലോ. 5(9) മാത്രമേ ശ്രീ തോമസ് ഐസക് വായിച്ചു. അതേക്കുറിച്ച് ഞാൻ പറയട്ടെ, ഞാൻ പറയാതെ എഗ്രിമെന്റിലുണ്ട്, എഗ്രിമെന്റിലുണ്ട്. ഇനി ഈ ഓഹരി കൈമാറ്റം ഗവൺമെന്റിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടും നടക്കും എന്ന് ശ്രീ തോമസ് ഐസകിന് തോന്നുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം മന്ത്രിയായിരുന്ന ഒരാളാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് നോക്കിയിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെ ജനങ്ങളുടെ താല്പര്യത്തിനും സംസ്ഥാനത്തിന്റെ തുറമുഖ നഗരം എന്നുള്ള ആ ഒരു സ്വപ്നത്തിനും എതിരായിട്ട് ഓഹരി കൈമാറ്റം നടത്തില്ല എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. പക്ഷെ CPM വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പാക്കരുതെന്ന് വാശി പിടിച്ചതുപോലെ അത് വേറൊരു മാറ്ററാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുമാർ സാർ പറയുന്ന ആ കാര്യം, മംഗലാപുരം യാത്രയ്ക്കൊന്നും മറുപടിയില്ല. കാരണം എന്താ അറിയോ, അതൊക്കെ ചർച്ച ചെയ്ത് ആരും ഗൗരവത്തിലെടുത്തിട്ടില്ല. CPM പോലും ഗൗരവത്തിലെടുത്തിട്ടില്ല മംഗലാപുരം. അല്ല, ഞാനിത് കേട്ടപ്പോൾ വിചാരിച്ചത് ഡോക്ടർ തോമസ് ഐസക് ഒന്നും CPIM അല്ലേ? അദ്ദേഹം ഈ ചർച്ചയിൽ തന്നെ ഒരു 3-4 തവണയെങ്കിലും മംഗലാപുരം യാത്രയെ കുറിച്ച് പറഞ്ഞിരുന്നു. അല്ലല്ല, അത് വെറുതെ പറയല്ലേ. ഇത് വേറെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയ ആളല്ലേ പറയേണ്ടത്. എൻ ശ്രീകുമാർ പോയ VD സതീശൻ എന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞോ? ശരത്ത് പറഞ്ഞോ? അല്ല, ഞാനല്ല പറയേണ്ടത്, അദ്ദേഹമാണ് പറയേണ്ടത്. എന്തായാലും നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. പോട്ടെ, ചോദിക്കാനേ പറ്റൂ. മാധ്യമപ്രവർത്തകർ പല രൂപത്തിൽ ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് ഒഴുക്ക മട്ടിൽ പോവുകയാണ് ചെയ്തത്. ഇവിടെ ഒന്ന് പറഞ്ഞുതരാമോ? ശ്രീ തോമസ് ഐസക് പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ സമയം എടുക്കുന്നില്ല. യെസ്, ഞാൻ താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഈ ചർച്ചയിൽ, ഈ ഡിബേറ്റിൽ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഡിബേറ്റിൽ ഈ സർക്കാർ സമാധാനം പറയേണ്ട, വിശദീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവതരിപ്പിച്ചത്. അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹം വന്നിട്ടില്ല എൻ ശ്രീകുമാർ. പകരം മുമ്പ് ചർച്ച ചെയ്ത ചില ക്ലോസുകളെ കുറിച്ചാണ് പറഞ്ഞത്. 5(9) MSCക്ക് തൂത്തുക്കുടിയിൽ ഷെയർ ഉണ്ട്. അല്ല, എന്നാ പറയൂ. സതീശൻ പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അതല്ല, തോമസ് ഐസക് റൈസ് ചെയ്തതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കരുത്. അയ്യോ സോറി, അങ്ങനെയല്ല. നോ, ശരത്തിന്റെ ബാക്കി മാറ്റല്ലേ, അങ്ങനെ പറയരുത്. സോറി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തോമസ് ഐസക് ഉന്നയിച്ച പുതിയ ഇഷ്യൂ 5(9) MSC കമ്പനിക്ക് തൂത്തുക്കുടിയിൽ ഷെയർ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് ഇവിടെ കൊടുക്കാൻ കഴിയില്ല. 49 പോയിട്ട് 25 പോലും പറ്റില്ല. ഇതാണ് അദ്ദേഹം ഉന്നയിച്ച ഇഷ്യൂ. അറിയാമായിരുന്നു, ഇത് LDF ഗവൺമെന്റിന് അറിയാമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അക്കാലത്ത് ഓഹരി കൈമാറ്റം ഇല്ലല്ലോ. എന്താണ് സാർ ഈ പറയുന്നത്? പ്രശ്നം MSC കമ്പനി, അന്ന് MSC കമ്പനി നല്ലത്, ഇപ്പൊ MSC കമ്പനി കഷ്ടമാണിത് സാർ. അന്ന് അവരൊരു ഷിപ്പിംഗ് കമ്പനിയായിട്ട് എനിക്ക് പറയാനില്ല. വായിച്ചിട്ടുണ്ട്, ശ്രീ തോമസ് ഐസക് ഇത് വായിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ട് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വായിച്ചിട്ടില്ലാത്ത രീതിയിൽ അവർ പ്രതികരിക്കുള്ളൂ. പിണറായി സർക്കാരിന്റെ കാലത്ത് MSC കമ്പനിയുടെ ഷിപ്പുകൾ വന്ന് ചരക്കിറക്കി പോയിട്ടുണ്ട്. അവര് വിഴിഞ്ഞത്ത് ഓഹരി വാങ്ങാൻ വന്നിട്ടില്ല, അദാനി കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടുമില്ല. VD സതീശൻ വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ കരാറിൽ വളരെ വ്യക്തമായി ഡോക്ടർ തോമസ് ഐസക് ഉന്നയിച്ചതുപോലെ ചർച്ചയാണെന്നേ. ഡോക്ടർ തോമസ് ഐസക് LDFന്റെ കാലത്തുള്ള ചർച്ചയാണ്. ശരത്ത് പറഞ്ഞതുപോലെ 203 കിലോമീറ്റർ അല്ല, 180 കിലോമീറ്ററാണ് വീണ്ടും പറഞ്ഞു തൂത്തുക്കുടി നിൽക്കുന്നത്. തൂത്തുക്കുടി
അവിടെ ഒരു ടെർമിനൽ പൂർണ്ണമായിട്ടും ഉടമസ്ഥത MSCക്കാണ്. ഒരു ടെർമിനലിന്റെ ഒരുപക്ഷെ അവർ പിന്നെ ബാധിക്കാൻ പോണത് പോർട്ടിലല്ല ഷെയർ, ഒരു ടെർമിനൽ മുഴുവൻ ഞങ്ങൾക്കുണ്ട്, പക്ഷെ പോർട്ടിൽ ഞങ്ങൾ ഷെയർ എടുത്തിട്ടില്ലെന്നായിരിക്കും. എന്തിനായി ക്ലോസ് വെച്ചിരിക്കുന്നത്? നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തുറമുഖത്തിൽ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇവിടെ ഒരു കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടിക്ക് പാടില്ല. ഇത് വളരെ വ്യക്തമാണ്. 5-9 വിരുദ്ധമാണ് MSCയുടെ നീക്കം. അത് പോയിട്ട് അവിടെ സെബി പോയി പ്രഖ്യാപിക്കാൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രഖ്യാപിക്കാനുള്ള തന്റെ ഇടം അത് എവിടെ നിന്ന് കിട്ടി? കരാറിന് വിരുദ്ധമായിട്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഇവർക്കൊക്കെ എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് കേരള ഭരണം ഒരു മാസത്തിനുള്ളിൽ നീങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ മിഷൻ സമുദ്രം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കണ്ടോളൂ എന്തൊക്കെയാണ് നടക്കാൻ പോണെന്നുള്ളത്. തുടക്കം ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയാൻ നിർവാഹമില്ല. ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾ കൈ ഉയർത്തിയതുകൊണ്ടാണ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് തോമസ് ഐസക് പറഞ്ഞൊരു കാര്യത്തില് അത് അദ്ദേഹം പറഞ്ഞല്ലോ എന്ത് ധൈര്യം വന്നത്. ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച സെബിക്ക് കത്ത് കൊടുത്തതിനെ കുറിച്ച് ഗവൺമെന്റിന്റെ അതൃപ്തി മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അദാനി കമ്പനി സെബി അറിയിച്ചോ? അല്ല, സെബി എന്തിനാ അറിയിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. അദാനി കമ്പനി അറിയിച്ചാ പോരെ? നിങ്ങൾ മതിയോ ചെയ്തത് ശരി ഡോക്ടർ ഐസക്? മതിയോ? അറിയിച്ചിട്ടുണ്ട്. അത് വാർത്ത വന്നതാ. അതൃപ്തിയല്ലെന്ന്, ഇത് തെറ്റാണെന്ന് പറയണമെന്ന് വാക്കിന് പിടിക്കണ്ട. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. രേഖാമൂലം പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം അദാനി അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്തത് ഗവൺമെന്റ് അറിയാതെ ഓഹരി കൈമാറ്റത്തിന് സെബിക്ക് കത്ത് കൊടുത്ത് ശരിയായില്ല. അത് അദാനിക്കാണോ കൊടുക്കേണ്ടത്? സെബിയിലേക്ക് നീങ്ങണമായിരുന്നോ സർക്കാർ? ഡോക്ടർ ഐസക് ചോദ്യം. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രശ്നം. എന്റെ പ്രശ്നം 5-9 എന്താ കേരള സർക്കാർ പറയുന്നു? കാത്തിരിക്കാം. എന്താ കേരള മുഖ്യമന്ത്രി പറയുന്നു? ക്യാബിനറ്റ് ചർച്ച ചെയ്തോ? എംപവേർഡ് കമ്മിറ്റി ചർച്ച ചെയ്തോ? കേരളത്തോട് ചർച്ച ചെയ്തെങ്കിൽ ഇത്ര പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തിനു മറച്ചു വെച്ചു? 3 അല്ല, സെക്ഷൻ 3 അല്ല പ്രശ്നം, 5-9 5-9 ആണ്.